ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാമ്പിൾസ് ചെയ്യാം നമുക്ക് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻ? ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്? 4 എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ മാത്രം കോഎഫിഷ്യന്റ് ആണ്. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്? എക്സിന്റെ മാത്രം നമ്മൾ നോക്കിയാൽ മതി, വൈയുടെ നമ്മൾ നോക്കണ്ട. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ എക്സ്പ്രഷൻ ഒന്ന് വായിച്ചേ. 4x - 3y അല്ലേ? അവിടെ ഞാനിത് കോളം വരച്ച് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് ഇങ്ങനെ കോളം വരച്ച് എഴുതണമെന്നൊന്നുമില്ല. ഇപ്പൊ എക്സ്പ്രഷൻ നിങ്ങൾക്ക് എക്സിന്റെ മാത്രം നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കോളം വരച്ച് എഴുതുന്നത് കേട്ടോ. 4x - 3y, അതിൽ നമുക്ക് എക്സ് മാത്രം ചോദിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളെ ടേം എക്സിന്റെ ടേം മാത്രം എഴുതുക. എക്സ് വരുന്ന എക്സ് ഫാക്ടറായിട്ട് വരുന്ന ടേം, അതാണ് ടേം വിത്ത് ഫാക്ടർ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ എക്സിൽ വരുന്നത് മാത്രം എഴുതുക. ഇവിടെ നോക്കിയാൽ ഇത് 4x, ഇത് 3y. അപ്പൊ ഇതിനകത്ത് എക്സ് മാത്രം വരുന്നത് ആരാ? 4x. അത് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് മാത്രം വരുന്നത് ഏതാ? ഇത് 8 - x + y എന്നാ. അപ്പൊ എക്സ് മാത്രം വരുന്നത് ഏതാണ്? ഇതേ ഉള്ളൂ. അത് വെറും എക്സ് അല്ല, -x. ഇവിടെ നോക്ക്, y²x - y. ഇതിനകത്ത് എക്സ് മാത്രം വരുന്നത് ഏതാ? ഇത്. ഇവിടെ y മാത്രമേ ഉള്ളൂ. എക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതാണ്. അത് മാത്രം എഴുതാം, y²x. ഇനി അടുത്തത് 2z - 5xz. ഇതിനകത്ത് എക്സ് മാത്രം വരുന്നത് ഏതാ? ഇതാണ്. വെറും 5xz അല്ല, -5xz. നമ്മൾ ഇത് മാത്രം എഴുതാൻ കാരണം എന്താണ്? എക്സിന്റെ മാത്രം കാണാനാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എക്സ് ഫാക്ടർ വരുന്നത് മാത്രം, ഈ എക്സ്പ്രഷനിലെ എക്സ് വരുന്നത് മാത്രം എടുത്തെഴുതി. ഇതിന്റെ കോഎഫിഷ്യന്റ് എഴുതണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കോഎഫിഷ്യന്റ് എന്താണ്? അതിൻ്റെ കൂടെ വരുന്ന ന്യൂമറിക്കൽ വാല്യൂ ആണ് കോഎഫിഷ്യന്റ്. ഇവിടെ നോക്കിയേ, ഇവിടെ എത്രയാണ് എക്സിന്റെ കൂടെ വരുന്ന ന്യൂമറിക്കൽ വാല്യൂ? സംഖ്യ എത്രയാണ്? 4. Therefore, the coefficient is here. The coefficient is 4. Okay. Then here, what is the coefficient? ഇവിടെ നോക്കിയേ, -x. അപ്പം വെറും എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കിടപ്പുണ്ടെന്നാണ് അർത്ഥം? 1 കിടപ്പുണ്ടെന്നാണ് അർത്ഥം. അപ്പം വെറും 1 എഴുതിയ പോരാ, ഇവിടുത്തെ സൈൻ സഹിതം എഴുതണം. അപ്പൊ എത്രയാണ് വരുന്നത്? -1 ആണ്. അല്ലാതെ എക്സ് തന്നെ കിടക്കുന്ന കണ്ടിട്ട് അവിടെ കോഎഫിഷ്യന്റ് ഇല്ല, ന്യൂമറിക്കൽ വാല്യൂ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വെറും എക്സ് എന്ന് എഴുതിയാൽ 1x എന്നാണ് അർത്ഥം. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? y²x എന്നാണ്. ഇവിടെയും നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ഒന്നുമില്ല. അതിന്റെ അർത്ഥം എന്താണ്? 1 ഉള്ളതെന്നാണ്. പക്ഷെ ഇവിടെ മൈനസ് സൈൻ അല്ല, അതുകൊണ്ട് +1. ഓക്കെ, ഇവിടെ എത്രയായിരിക്കും ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ? ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട് അല്ലേ, -5 എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. Therefore, the numerical value അല്ലെ coefficient of here, the coefficient of x is -5. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്, എക്സിന്റെ മാത്രം എഴുതിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അതിന്റെ തൊട്ടടുത്ത എക്സാമ്പിൾ തന്നെയാണ്. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് y? വൈയുടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വൈയുടെ മാത്രം എടുത്ത് എഴുതിയാൽ മതി അല്ലേ. ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. നോക്കാം, 4x - 3y. അപ്പൊ y മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അപ്പൊ വൈയുടെ ടേം എടുത്ത് എഴുതാം. ആദ്യം നമ്മൾ ആ ടേം എടുത്ത് എഴുതുവാണ്. വൈയുടെ ടേം ഏതാണ്? -3y ആണ്. മൈനസ് സൈൻ സഹിതം എഴുതണം. ഇവിടെ നോക്കിയേ, വൈയുടെ ടേം ഏതാണ്? 8 + yz എന്നാണ്. ഇവിടെ വൈയുടെ ടേം എത്രയാണ്? yz ആണ്. അപ്പൊ നമുക്ക് yz പ്ലസ് സൈൻ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ നോക്കിയേ, yz² + 5. ഇവിടെ y ഫാക്ടറായിട്ട് വരുന്ന ടേം ഏതാണ്? ഇതാണ്. അപ്പം yz². ഇവിടെ my + m. ഇവിടെ y ഫാക്ടറായിട്ട് വരുന്ന ടേം ഏതാണ്? my. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ് എഴുതി, ഇവിടെ വൈയുടെ മാത്രം. ഇനി ഇവിടുത്തെ കോഎഫിഷ്യന്റ് പറ, ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. എത്രയാണ്? -3. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? yz എന്നാണ്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്താണ്? 1 ആണ് അവിടുത്തെ ന്യൂമറിക്കൽ വാല്യൂ. ഇവിടെ yz² ആണ്. ഇവിടെ എത്രയാണ് ന്യൂമറിക്കൽ വാല്യൂ? 1 തന്നെ. ഒന്നും കൊടുത്തിട്ടില്ല, അതിന്റെ അർത്ഥം 1. ഇവിടെ സൈൻ ഒന്നുമില്ല. ഇവിടെ അടുത്തത് my. ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ എത്ര തന്നെ വരും? 1. പ്രത്യേകിച്ച് സംഖ്യകളൊന്നും കൊടുത്തിട്ടില്ല. അതായത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ my എന്ന് പറഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. 1. ഇതാണ് നമ്മൾ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത്. ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന
എക്സ് ആണോ വൈ ആണോ ഏത് ടേമിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് ഫാക്ടറിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ സൈൻ നോക്കി അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ അങ്ങ് എഴുതിയാൽ മതി. എല്ലാവർക്കും മനസ്സിലായില്ല മക്കളെ? അപ്പം ചെയ്ത് നോക്കണം കേട്ടോ. ഇനി കൂടുതൽ ഹോംവർക്ക് എക്സസൈസ് വരുന്നുണ്ട്, നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് ഈസിയാണ്. ഓക്കെ, താങ്ക് യു.